വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയുടെ കാഴ്ച നമ്മുടെ റോഡിലൂടെ തന്നെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ മൂരാട് പാലത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള പാലിയാട്ട് നട പ്രദേശത്തു നിന്നാണ് നമ്മളിപ്പോൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലിയാട്ട് നട പ്രദേശങ്ങളിലൊക്കെ 6 വരിയുടെയും വർക്ക് കഴിഞ്ഞതാണ്. പക്ഷേ കോൺക്രീറ്റ് റോഡ് ഒരു തൊട്ടിൽ സഞ്ചരിക്കുന്ന പ്രതീതിയാണ്. പലയിടത്തും കോൺക്രീറ്റ് റോഡിലൊക്കെ പൊട്ടും പൊളിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ട്രാക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണാൻ പറ്റുന്ന രീതിയിലല്ല. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ കോൺക്രീറ്റ് റോഡിൻ്റെ മുകളിൽ ഇനി ഇതിൻ്റെ മുകളിൽ പുതിയ താരം കാര്യങ്ങളൊക്കെ വരും, ഈ കുരുക്കൊന്നും നോക്കണ്ട, ശരിക്കുള്ള റോഡ് ഇങ്ങനെയല്ല എന്നാണ്. സത്യത്തിൽ ശരിക്കുള്ള റോഡ് ഇങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരാനില്ല. പിന്നെ അതേപോലെ തന്നെ ഗുരുതരമായ പലപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ 6 വരിയിനകത്ത് ഒന്ന് പാർക്ക് ചെയ്യുക വാഹനങ്ങൾ, ഹെവിയിൽ ട്രക്കുകൾ പാർക്ക് ചെയ്യുന്ന വിഷയം. പിന്നെ രണ്ടാമത് നമ്മൾ നമ്മുടെ പാലോളിപ്പാലം മുതൽ മൂരാട് വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരൊറ്റ അണ്ടർ പാസേജോ അല്ലെങ്കിൽ ഫുട് ഓവർ ബ്രിഡ്ജോ ഇല്ല ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ലിമിറ്റഡ് ബസ് നിർത്തി അതിനകത്തുള്ള ആളുകൾ ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ ഈ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൂടെ ചാടിക്കടക്കണം. അതേപോലെ തന്നെ ഒരു കണ്ണൂരേക്ക് അല്ലെങ്കിൽ കോഴിക്കോടേക്ക് വടകരയിലൊക്കെ പോകണമെങ്കിൽ ക്രാഷ് ബാരിയർ ചാടിക്കടന്ന് വന്ന് ബസ്സിന് കാത്തു നിന്നിട്ട് വേണം പോകാൻ. അതിലുപരി പ്രായമുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്കൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന വലിയ പ്രയാസമാണ്. പിന്നെ അതേപോലെ തന്നെ അതിലുപരി വിദ്യാർത്ഥികൾ ഇവിടെ JNM GHS, അതേപോലെ ചീണം വീട് UP സ്കൂള്, അതേപോലെ തന്നെ ചെട്ടിയാത്ത് UP സ്കൂള് തുടങ്ങിയ 2-3 സ്കൂളുകളുണ്ട്. ഇവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ 6 വരിയുടെ മുകളിലൂടെ റോഡ് മുറിച്ച് കിടക്കണം. 6 വരിയിലൂടെ 60, 70, 80, 90, 110 സ്പീഡിൽ വരെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ശരവേഗത്തിലാണ് പലയിടത്തും വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ വലിയൊരു അപകടത്തിനുള്ള ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടും സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഈ പാലോളിപ്പാലം മുതൽ മൂരാട് വരെയുള്ള ആളുകൾ അടുത്തുള്ള കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ അടുത്തുള്ള പിടിപ്പുകളാണ് ഇത്തരം വിഷയം ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വരാതിരിക്കാനുള്ള കാരണം ഇതൊരു ജനകീയ വിഷയമാണ്. ജനങ്ങളത് ഏറ്റെടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം നമ്മൾ മൂരാട് പാലമാണിത്. മൂരാട് പാലത്തിൻ്റെ 6 വരിയും താറയും കഴിഞ്ഞാണ്. നേരത്തെ മൂരാട് പാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒച്ചയും ബഹളവും ഓണടിയും പ്രശ്നങ്ങളും തെറിവിളിയും കുലുമാലും എല്ലാ പഴിചാരലുകളും ഉണ്ടായിരുന്ന ആ ഒരു മൂരാട് പാലം ഇപ്പോൾ ശാന്തമായി കിടക്കാൻ പറ്റുന്നില്ല. നേരത്തെ ഒരു പാലത്തിലൂടെ ഒരു സമയം വാഹനങ്ങൾ പോകുമ്പോൾ മറു സൈഡിലെ വാഹനങ്ങൾ കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ബസ് കണ്ണൂർ നിന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് വരുന്ന ബസ് ഇയാൾ പാലം കടക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമുക്ക് അടുത്ത തലമുറയുടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല മാറ്റം മൂരാട് പാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മൂരാട് പാലം മുതൽ പയ്യോളി വരെയുള്ള കാഴ്ചയാണ്. പലയിടത്തും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൂരാട് പാലം കഴിഞ്ഞ് അടുത്ത നമ്മൾ ഓയിൽ മില്ല് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങൂൽപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്താണ്, മഴയായതുകൊണ്ട് തന്നെ പലപ്പോഴും ഡ്രോൺ ഉണ്ടെങ്കിലും ഡ്രോൺ ഷൂട്ടൊന്നും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡ്രോണില്ല. ഇപ്പോൾ ഡ്രോൺ ഇല്ലാത്തപ്പോഴാണ് സത്യത്തിൽ ഡ്രോണിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഡ്രോൺ ഷൂട്ട് വീഡിയോ വടകരയുടെയും അതേ പയ്യോളിയിലെയും നന്ദിയിലെയും വീഡിയോസ് കാണാൻ കഴിയാത്ത ആളുകൾക്കും ഒരുപക്ഷെ അത്തരത്തിൽ പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രോൺ റിപ്പയർ ചെയ്യാനൊക്കെ കൊടുത്തെങ്കിലും അത് എങ്ങുമായില്ല. ഇനി പുതിയൊന്ന് മേടിക്കണേ വലിയ ബഡ്ജറ്റാവും. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സൂപ്പർ താങ്ക്സ് ഒക്കെ ആയിട്ട് നൽകാം. സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക്, കമൻറ്റ് പോലെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ആ സൂപ്പർ താങ്ക്സിലൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ച് നമ്മൾ
നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചും നമ്മൾ സപ്പോർട്ട് നൽകും. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വലിയ ആശ്വാസമാണ്. നല്ല വീഡിയോസ്, കൂടുതൽ ശക്തവും വ്യക്തവുമായ കൂടുതൽ നല്ല നല്ല വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഡ്രോണിൻ്റെ അഭാവമാണ് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് പരിഗണിക്കാൻ കഴിയുന്നവർ പരിഗണിക്കുക. നേരത്തെ പല ആളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അത്തരത്തിലുള്ള സൂപ്പർ താങ്ക്സും ക്യാമ്പയിനൊക്കെ നിങ്ങൾക്ക് നടത്തിക്കൂടെ, പരമാവധി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഡ്രോൺ മേടിച്ചു കൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ജസ്റ്റ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മളെ മാങ്ങോൽപ്പാറ കഴിഞ്ഞ് അയനിക്കാട് ഭാഗത്തേക്ക് പോകണം. അതിനിടയിൽ അയനിക്കാട് ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. നേരത്തെ കുറേ മാസങ്ങളോളമായിട്ട് ആളുകൾ സമരം ചെയ്ത് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു. അതിനൊരു തീരുമാനം എന്തായാലും ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മൂരാട് മുതൽ പയ്യോളി വരെയുടെ ഭാഗങ്ങളിൽ പലയിടത്തും വർക്കൊക്കെ കഴിഞ്ഞ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള അളവെടുപ്പും അതേപോലെ തന്നെ ഇതൊക്കെ അതിൻ്റെ കാഴ്ച കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അണ്ടർ പാസേജ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ പാസേജ് ടാർ ചെയ്ത ഭാഗങ്ങളിലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും അണ്ടർ പാസേജ് പണിയും. സത്യത്തിൽ ഇതൊരു ശാപമാണ്. കാരണം മറ്റൊന്നല്ല, വർക്ക് കഴിഞ്ഞെടുത്ത് വീണ്ടും പൊളിച്ച് വീണ്ടും കാലതാമസം എടുക്കേണ്ട ഒരു സാഹചര്യം. സത്യത്തിൽ DPR ഒക്കെ കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ DPR പരിശോധിക്കാതെ വർക്കൊക്കെ കഴിയാൻ പോകുന്ന സമയത്താണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ അണ്ടർ പാസേജ് ഇല്ലല്ലോ, ഇല്ല അവിടെ ഇന്നേതില്ലല്ലോ, മറ്റടുത്ത് ഫ്ലൈ ഓവർ ഇല്ലല്ലോ എന്നൊക്കെ ജനങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇതിൻ്റെ വർക്ക് നടക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാലും നേരത്തെ ഇതിൻ്റെ DPR, നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ വീടിനൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാന് കണ്ടതിന് ശേഷമാണ് നമ്മൾ വീടെടുപ്പിക്കുക, അല്ലെ പ്ലാന് വരച്ചതിന് ശേഷമാണ് നമ്മൾ വീടെടുക്കുക. അതേപോലെ ദേശീയപാത നിർമ്മിക്കും സ്വാഭാവികമായിട്ടും അതിന് മുന്നേ DPR ഉണ്ടാവും. ആ DPR അനുസരിച്ചാണ് വർക്ക് എടുക്കുക. അപ്പോൾ ആ DPR ചെക്ക് ചെയ്യാത്തതും DPRനകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് അതാത് സമയത്ത് പർട്ടിക്കുലർ ടൈമിൽ നോട്ട് ചെയ്യാത്തതും അല്ലെങ്കിൽ തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ തയ്യാറാവാത്തതാണ് സത്യത്തിൽ വീണ്ടും വർക്ക് കഴിഞ്ഞെടുത്ത് പലയിടത്തും പൊളിച്ച് വീണ്ടും വർക്ക് എടുക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ കണ്ണൂർ ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ, കണ്ണൂർ ചുപ്രിയുടെ ഭാഗത്ത് നേരത്തെ സിഗ്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ സിഗ്നലിൽ പല അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ സിഗ്നൽ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിന് ശേഷം ആ സിഗ്നലിൻ്റെ ഭാഗങ്ങളിലെ വർക്ക് കഴിഞ്ഞ പ്രദേശമൊക്കെ കുഴിച്ച് കുടം തോണ്ടി മാറ്റം അണ്ടർ പാസേജ് നിർമ്മിക്കുന്നു. അതിലെ വാഹനങ്ങൾ സിഗ്നലിന് പകരം അണ്ടർ പാസേജിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യാനുള്ള സംവിധാനം അതിൻ്റെ വർക്ക് നടക്കുന്നു. അത്തരത്തിൽ കൃത്യമായ ആസൂത്രണം ഇല്ലാത്തതുകൊണ്ടാണുള്ള പാകപ്പിഴവുകളാണ്. അപ്പം നമ്മളിപ്പോൾ മൂരാട് മുതൽ പയ്യോളി വരെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നേരത്തെ ഒന്ന് മൂരാടിന് പയ്യോളിയിലേക്ക് കടന്നു കിട്ടുമെന്നാണ് വലിയ ടാസ്ക്കായിരുന്നു. ഇപ്പം ആ ടാസ്ക് ഇല്ലാതായിട്ടുണ്ട്. മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയിൽ 6 വരി ഭൂരിഭാഗ പ്രദേശവും കഴിഞ്ഞിട്ടുണ്ട്. 6 വരിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിലാണ് കുറച്ചൊക്കെ വർക്ക് എന്നാലും ബാക്കിയുള്ളത്. 6 വരി പൂർണ്ണമായും കഴിഞ്ഞു. അതേപോലെ തന്നെ ചിലയിടങ്ങളിൽ അയനിക്കാട് ഭാഗങ്ങളിലും ഒക്കെ ചിലയിടത്തൊക്കെ വെള്ളക്കെട്ട്, മഴക്കാലത്ത് നല്ലോണം വെള്ളം നിൽക്കുന്നൊരു പ്രശ്നമുണ്ട്. അതിന് പ്രധാന കാരണം നമ്മൾ ഈ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം ഒഴുകാനുള്ള പൈപ്പൊക്കെ ഇട്ടപ്പോൾ അത് 4-5 പൈപ്പുകൾ അടുത്തടുത്ത് പൈപ്പുകളിടാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടത് കൊണ്ട് തന്നെ റോഡിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പെട്ടെന്ന് ഫ്ലോ ആയിക്കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ സർവീസ് റോഡിലും ഈ 6 വരിയിലെ വെള്ളം ഡയറക്റ്റ് സർവീസ് റോഡിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ സർവീസ് റോഡിൻ്റെ ഈ 6 വരിയുടെ വാളിന് തൊട്ട് താഴെ തന്നെ ഡ്രൈനേജ് നിർമ്മിക്കുകയും ആ ഡ്രൈനേജിലൂടെ സർവീസ് റോഡിൻ്റെ എൻഡിലുള്ള ഭാഗത്തേക്ക് ഒരു ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിഷയം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കാര്യങ്ങൾ. ദേശീയപാതയുടെ മഴ സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈപ്പർ ഇടുന്നതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മളെ പയ്യോളി എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള ഭാഗങ്ങളിലൊക്കെ കൾവേർട്ടിൻ്റെ പണി നടത്തേണ്ടതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ ടാർ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ HP പെട്രോൾ പമ്പിൻ്റെ റൂഫ് കട്ട് ചെയ്ത് നീക്കേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്താണ് കാര്യമായിട്ടുള്ള വർക്ക് നടക്കാനുള്ളത്. ഇത് കഴിഞ്ഞാൽ
പയ്യോളിയിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ചാലുവാക്കിയിട്ടില്ല, ഓൺ ചെയ്തിട്ടില്ല. രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഓണായി കിടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ നമ്മളെ പയ്യോളിയിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ഒരു ഭാഗത്താണ്. ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്കിംഗ് പൂർണ്ണമായും കഴിഞ്ഞു. നമ്മൾ പയ്യോളിയിലെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പയ്യോളി നേരത്തെ സർവീസ് റോഡും താഴ്ഭാഗത്തുള്ള ജംഗ്ഷനിലൊക്കെ കൃത്യമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായി. പിന്നെ മൂരാട് മുതൽ പയ്യോളി ഇവരുടെ പലയിടത്തും എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സിറ്റ് പോയിൻ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞില്ലേ, ലെഫ്റ്റ് സൈഡില്ല, അത് നമ്മുടെ പേരാമ്പ്ര ഭാഗത്തേക്ക്, അതേപോലെ തന്നെ കുളായിപ്പാലം, അതേപോലെ വടകര ഭാഗത്തേക്ക് യൂ ടേൺ അടിച്ച് പോകാനുള്ള ഒരു എക്സിറ്റ് പോയിൻ്റാണ്. പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിലൂടെ നമ്മളെ HP പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് എൻട്രി പോയിൻ്റ് വരുന്നത്. പിന്നെ അതേപോലെ മറ്റ് എൻട്രി പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു വീഡിയോ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് നല്ല ശക്തമായ വീഡിയോസിന് അല്പം ക്ലാരിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും നമ്മൾ നന്ദി മുതൽ പിന്നെ ചെങ്ങോട്ടുകാവ് വരെയുള്ള വീഡിയോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതായാലും ദിവസം കൊണ്ട് ചെയ്യും. അത് നമ്മൾ ഡ്രോൺ ഷൂട്ടല്ല, ഡ്രോൺ ശരിയായില്ലെങ്കിൽ ക്യാമറയിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്യാമറയിൽ ചെയ്തിപ്പോൾ ഡ്രോൺ ഷൂട്ട് വീഡിയോ ചെയ്യുമ്പോഴും അതിനൊരു ഉന്മേഷക്കുറവുണ്ട്. അപ്പോൾ നമ്മളെ പയ്യോളി ഭാഗത്തുള്ള ഫ്ലൈ ഓവറാണിട്ടത്. ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം 6 വഴിയുടെ വർക്കും കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള പയ്യോളിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കാണാൻ നമ്മളെ ഡ്രോണ് ഇല്ലാതെ പോയി. വർക്ക് കഴിയുമ്പോഴേക്കും കാഴ്ചകൾ നൽകാൻ. അപ്പം നമ്മുടെ പയ്യോളി ടൗണാണിത്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ പുതിയ ഡ്രോൺ വേണമെങ്കിൽ ആർക്കൊക്കെ വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം കേട്ടോ. 1, 2, 5, 10, 20 ആളുകൾക്ക് ചേർന്നുകൊണ്ട് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.